നമ്മുടെ എല്ലാ പ്രവൃത്തികളും സാക്ഷികളായിട്ടിരുന്ന് സൂര്യചന്ദ്രന്മാർ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ധർമാധർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. പൊതുവെ കാലങ്ങൾ നമുക്ക് ഇപ്പോൾ ഏത് കാലമാണോ ഇതിനനുസരിച്ചാണ് നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചും, അതായത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുന്നത്. അതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പൂർവജന്മത്തെ ഏകദേശം അനുമാനിക്കുന്നത്. അതാണ് 47-ാമത്തെ ശ്ലോകം. വർത്തമാനഃ അന്യയോഃ കാലോ ഗുണാഭിജ്ഞാപകോ യഥാ ഏവം ജന്മ അന്യയോഃ ഏതത് ധർമ്മ അധർമ്മ നിദർശനം. വർത്തമാനഃ ഇപ്പോൾ നിലവിലുള്ള കാലഃ, ആ കാലമാണ് നമ്മെ ഇതിനു മുൻപ് എന്ത് കാലമായിരുന്നു എന്ന് ഏകദേശം ഒരു ധാരണയ്ക്ക് ഉതകുന്നത്. അപ്പോൾ അന്യയോഹോ എന്ന് വെച്ചാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കാലങ്ങളുടെ ഗുണ അഭിജ്ഞാപക, ഗുണങ്ങളുടെ ഒരു അറിവ് നൽകുന്നതായിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏകദേശം വസന്തകാലമാണ് എന്ന് നമ്മൾ ധരിക്കുമ്പോൾ, അപ്പോൾ ഇതിനു മുൻപ് കഴിഞ്ഞുപോയത് വർഷകാലമാണ് എന്ന് അനുമാനിക്കും. ഇനി വരാനിരിക്കുന്നത് ശിശിരകാലമാണ്. ഈ ഏകദേശം ഒരു ധാരണ നമുക്ക് തരുന്നത് ഇപ്പോഴത്തെ കാലമാണ്. ഇതേപോലെ നമ്മുടെ ജീവിതകാലവും എടുക്കാം. ഏകദേശം അത് നമുക്ക് എല്ലാം ഒരുപോലെ അല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു വർത്തമാനകാല സ്ഥിതി അനുസരിച്ച് നമുക്ക് ഏകദേശം ഭാവിയെ പറ്റി ഊഹിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ഏവം, ഇതുപോലെ ഏതത് ജന്മ, ഈ നിലവിലുള്ള ജന്മം അന്യയോഹോ, നമുക്ക് മുമ്പുണ്ടായതും ഇനി ഉണ്ടാവാൻ പോകുന്നതുമായ ജന്മങ്ങളിലെ ധർമ്മ അധർമ്മ നിദർശനം, സുകൃത ദുഷ്കൃതങ്ങളുടെ ഒരു ചൂണ്ടുപലകയാകുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഊഹിക്കാം, അനുമാനിക്കാം കഴിഞ്ഞ ജന്മങ്ങളിൽ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതേസമയം ദുരിതങ്ങളോട് ദുരിതമാണ് എങ്കിൽ ഉറപ്പിക്കാം കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ വലിയ പാപം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ഊഹിക്കാം അടുത്ത ജന്മം ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന്. ഈ ജന്മത്തിൽ ഈശ്വര അർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സ് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇനി വരാനിരിക്കുന്ന ജന്മം ഇതിനേക്കാളും നല്ലതായിരിക്കും. അത് എല്ലാ അർത്ഥത്തിലും ആധ്യാത്മികമായും ഭൗതികമായിട്ടും നമ്മുടെ ജീവിതത്തിനൊരു ഉന്നതി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി യമദേവൻ അഥവാ ധർമ്മദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് ശരിക്കും മറ്റുള്ളവരുടെ, അതായത് സാക്ഷികളായി ഭഗവാൻ തന്നെ വെച്ചിരിക്കുന്ന സൂര്യചന്ദ്രാദികളുടെ അഭിപ്രായം അറിയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഭഗവാൻ എല്ലാം കണ്ടറിയുന്നു. അതാണ് 48-ാമത്തെ ശ്ലോകം. മനസാ ഏവ പുരേ ദേവഃ പൂർവരൂപം വിപശ്യതി അനുമീമാംസത്തെ അപൂർവം മനസാ ഭഗവാൻ അജഃ. ഭഗവാൻ അജഃ, ജന്മ നാശമില്ലാത്ത ആ ഭഗവാൻ, ദേവഃ ധർമ്മദേവൻ, അതായത് സർവേശ്വരൻ തന്നെ ആയിരിക്കുന്ന ധർമ്മദേവൻ, പുരേ സംയമനീപുരത്തിൽ എന്ന് വെച്ചാൽ പ്രാണികളുടെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്തുകൊണ്ട്, ആ ജീവനാണ് മനസ്സടക്കമുള്ള സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ ചിന്തയെയും ആ ഈശ്വരൻ അറിയുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ മനസായേവ, മനസ്സുകൊണ്ട് തന്നെ പൂർവരൂപം, ഈ ജീവന്റെ മറുപിറവികളിലുള്ള ധർമ്മ അധർമ്മങ്ങളുടെ സ്വരൂപം വിപശ്യതി, തനിയെ കണ്ടറിയുന്നു. സ്വയം അത് ഭഗവാന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അപ്പപ്പോൾ അനു, ഈ ജീവൻ ഇനി വരാനിരിക്കുന്ന ജന്മത്തിൽ എന്താണ് അനുഭവിക്കേണ്ടത്, അതാണ് അപൂർവം. ഇനി വരാനിരിക്കുന്ന ജന്മത്തിൽ
എന്തൊക്കെ അനുഭവിക്കണം എന്ന് ആ ഭഗവാൻ തൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് മീമാംസതെ അവിടെ ഉറപ്പിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും അപ്പോൾ തന്നെ യമദേവന്റെ രൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ അറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരാനിരിക്കുന്ന ജന്മം എങ്ങനെ ഇരിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ മായാബന്ധത്തിലിരിക്കുന്ന മനുഷ്യർ അറിയുന്നില്ല. അതാണ് 49-ാമത്തെ ശ്ലോകം. യഥാ അജ്ഞഃ തമസാ യുക്ത ഉപാസ്തേ വ്യക്തം ഏവ ഹി ന വേദ പൂർവം അപരം നഷ്ടജന്മസ്മൃതി തഥാ. തമസ നിദ്രയോട് യുക്ത ചേർന്നവൻ എന്ന് വെച്ചാൽ ആ മായാബന്ധത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ദൃഷ്ടി യഥാർത്ഥ ദൃഷ്ടിയല്ല. ഏതുപോലെയാണോ സ്വപ്നലോകത്തിരിക്കുന്നത് അതുപോലെയാണ് ഈ ഭൂമിയിലിരിക്കുന്ന ഓരോ മനുഷ്യനും. യഥാ അതുകൊണ്ട്, തഥാ അപ്രകാരം അജ്ഞഃ അവിദ്യയോട് ചേർന്ന് ആത്മ അവബോധമില്ലാതെയായ ജീവൻ, ഈ അവിദ്യയോട് ചേരുന്നത് കൊണ്ട് ഈശ്വരന്റെ ആ പരമാത്മാവിന്റെ പ്രതിബിംബം തന്നെയാണെങ്കിലും ജീവന് അവിദ്യയുടെ ബാധ ഉണ്ടാകുന്നു. അങ്ങനെ നഷ്ടജന്മസ്മൃതി, താൻ പൂർവജന്മത്തിൽ ആരായിരുന്നു എന്ന ആ സ്മൃതി നഷ്ടമാകുന്നു. അങ്ങനെ പൂർവജന്മ സ്മരണ നശിച്ചവനായിട്ട് ഈ വ്യക്തം ഏവ, ഇന്ന് നിലവിൽ കാണുന്ന ശരീരത്തെ മാത്രം ഉപാസ്തേ, ഇതാണ് താൻ, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല. ഇന്ന് ഞാൻ എന്തൊക്കെയാണോ അത് തന്നെ, അതിലപ്പുറത്തേക്ക് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജന്മത്തെക്കുറിച്ച് മാത്രം അറിയുന്നത് കൊണ്ട് പൂർവം അപരം, മുമ്പുണ്ടായിരുന്ന തൻ്റെ ജന്മത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ജന്മത്തെക്കുറിച്ചും നവേദ അറിയുന്നില്ല. അത് ഈ മായാസ്പർശം കൊണ്ടാണ്. അല്ലാതെ നമുക്കറിയുന്നില്ല എന്നതുകൊണ്ട് അതില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി ജീവന്റെ സംസാര ഗതിയെ ഒരു കടങ്കഥ പോലെ പറഞ്ഞു തുടങ്ങുന്നു 50-ാമത്തെ ശ്ലോകം. പഞ്ചഭിഹി കുരുതേ സ്വാർത്ഥാൻ പഞ്ചവേദ അധ പഞ്ചഭിഹി ഏകഃ തു ഷോഡശേന ത്രീൻ സ്വയം സപ്തദശഃ അശ്നുതേ. പഞ്ചഭിഹി 5 കൊണ്ട്, അതായത് 5 കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, സ്വാർത്ഥാൻ തൻ്റെ കാര്യങ്ങളെ എല്ലാ മനുഷ്യരും കുരുതേ നിറവേറ്റുന്നു. ഇനി അധ പഞ്ചഭിഹി, ഇനി ഒരു 5 കൊണ്ട്, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട്, പഞ്ചവേദ ആ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് 5 വിധത്തിലുള്ള വിഷയങ്ങളെ, ശബ്ദ സ്പർശ രൂപരസ ഗന്ധാദി 5 വിഷയങ്ങളെ കുറിച്ച് അറിയുന്നു. ഇനി ഈ പറഞ്ഞ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അതിൻ്റെ കൂടെ ഒരു മനസ്സും, അപ്പോൾ 16. ഇങ്ങനെ ഷോഡശേന 16നോട് ചേർന്ന് അതിൻ്റെ കൂടെയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ജീവൻ സപ്തദശ 17ാമതായിട്ടാണ് ഇരിപ്പെങ്കിലും സത്യത്തിൽ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ചെയ്യുന്നതെല്ലാം സ്വയം ഏകഹതു, ജീവൻ തനിച്ച് ഏകനായിട്ട് തന്നെ ത്രീൻ അശ്നുതേ, ഈ 3നെയും അനുഭവിക്കുന്നു. അതായത് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നതിനെയും അതുപോലെ മനസ്സുകൊണ്ട് ചെയ്യുന്നതിനെയൊക്കെ ഈ ജീവനാണ് അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ജീവനിൽ ഇതൊന്നും ബാധകമല്ല. ജീവൻ ആ പരമാത്മാവിനെ പോലെ അജവും അനാദിയും ആണ്. പക്ഷെ മനസ്സുമായുള്ള നിരന്തര സമ്പർക്കം കാരണമാണ് ഈ ജീവന് താനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നത്. അതാണ് 51-ാമത്തെ ശ്ലോകം. തത് ഏതത് ഷോഡശകലം ലിംഗം ശക്തിത്രയം മഹത് ധത്തേ അനുസംസൃതിം പുംസി ഹർഷശോക ഭയാർത്തിതാം. ഷോഡശകലം
16 ഘടകങ്ങൾ ഉള്ളതും ശക്തിത്രയം സത്വ രജ തമോ ഗുണങ്ങളാകുന്ന ആ ശക്തികളോട് കൂടിയതും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉള്ളതും ആയിട്ടുള്ള മഹത് യഥാർത്ഥത്തിൽ അനാദിയുമായ തത് ഏതത് ഈ പറഞ്ഞ ലിംഗം സൂക്ഷ്മ ശരീരം എന്നത് ആ പരമാത്മാവിനെ പോലെ സത്യത്തിൽ ഈ പ്രപഞ്ചവും അനാദിയാണ്. ഇത് എപ്പോൾ തുടങ്ങി എപ്പോൾ ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വെറും ഒരു തോന്നലാണ്. എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ഉണ്ടായി, എപ്പോൾ തോന്നുന്നില്ലയോ അപ്പോൾ ഇല്ല. അതായത് ഉറങ്ങുന്നത് വരെ നമുക്ക് ഈ ലോകമുണ്ട്, ഉറങ്ങിക്കഴിഞ്ഞാൽ ലോകമില്ല. എന്നാൽ ലോകം ഇല്ലാതെയാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റുള്ളവർക്ക്, നമ്മൾ ഉറങ്ങിയാലും ആ സമയത്തും ഉറങ്ങാതിരിക്കുന്നവർക്ക് ഈ ലോകമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകം തന്നെ ഒരു കടങ്കഥയാണ്. അതുകൊണ്ടാണ് അതിനെ അനാദി എന്ന് പറഞ്ഞത്. ഇങ്ങനെ അനാദിയായ മഹത്തത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന തത് ഏതത് ഈ പറഞ്ഞ ലിംഗം സൂക്ഷ്മ ശരീരം പുംസി ആ ജീവനിൽ ഹർഷശോക ഭയ ആർത്തിതാം സന്തോഷം സന്താപം ഭയം പീഡ എന്നിവയെ ഉളവാക്കുന്ന സംസ്കൃതി സംസാരത്തെ അനുധത്തെ തുടരെ തുടരെ ഉണ്ടാക്കി വെക്കുന്നു. ഈ മനസ്സാണ് ജീവനിൽ ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാക്കിക്കുന്നത് എന്ന് പറയുന്നു. 52-ാമത്തെ ശ്ലോകം. ദേഹി അജ്ഞഃ അജിത ഷഡ്വർഗോ ന ഇച്ഛൻ കർമാണി കാര്യത്തെ കോശകാര ഇവ ആത്മാനം കർമ്മണ ആച്ഛാദ്യ മുഹ്യത്തെ. അജ്ഞഃ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ആത്മാവബോധമില്ലാത്തവന് അജിത ഷഡ്വർഗ ഈ പറഞ്ഞ 6 വർഗത്തെ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ അജിതം ജയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദേഹി ശരീരി ന ഇച്ഛൻ സ്വയം ആഗ്രഹിച്ചിട്ടല്ല പലതും ചെയ്യുന്നത്. അവന്റെ പൂർവജന്മ കർമ്മ വാസന അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ കർമാണി കാര്യതെ നാനാ കർമ്മങ്ങളും ഈ സൂക്ഷ്മ ശരീരത്താൽ തന്നെ ചെയ്യിക്കപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും നമുക്കുള്ള ബന്ധനമാണ്. അങ്ങനെ കർമ്മണ അവനവന്റെ കർമ്മത്താൽ തന്നെ നമ്മൾ നമ്മുടെ ആത്മാവിനെ ആത്മാനം ആച്ഛാദ്യ മൂടിയിട്ട്, ചില പുഴുക്കളുണ്ട്, അല്ലെങ്കിൽ ചിലന്തിയെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ആ ചിലന്തി സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പശ കൊണ്ട് ഒരു വലയുണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ചിലന്തിക്ക് ആ വലയിൽ പെടാതെ പുറത്തു പോകാൻ അറിയാം. പക്ഷെ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക. ആ ചിലന്തി തന്നെ ആ വലയിൽ പെട്ടുപോയാൽ എങ്ങനെയോ അതുപോലെ കോശകാരഹ കൂടുകെട്ടി അതിനുള്ളിൽ ഇരിക്കുന്ന ജീവിയെ ഇവ എന്നതുപോലെ ആ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് വഴി എന്നറിയാതെ ഈ ജീവൻ ഈ ശരീരത്തിനുള്ളിൽ ഇരുന്ന് മുഹ്യതേ ആകെ കുഴഞ്ഞു പോകുന്നു. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് അവനവനെ ബന്ധിക്കുന്നത് എന്ന് അറിയാത്ത മനുഷ്യൻ വീണ്ടും വീണ്ടും ഈ മായയ്ക്ക് അധീനരായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ അവനവനെ വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ കെട്ടിയിടുന്നു. ഇനി 53-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവുമായിട്ട് നല്ല സാമ്യതയുള്ളതാണ്. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യതേഹി അവശഃ കർമ്മ ഗുണൈഹി സ്വാഭാവികൈഹി ബലാത്. കശ്ചിത് ഒരാൾക്ക് പോലും അകർമ്മകൃത് ഒരു കർമ്മവും ചെയ്യാതെ ക്ഷണമപി ഒരു ഞൊടിയിട പോലും ജാതുഹി ഒരിക്കലും ന തിഷ്ഠതി ഇരിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഹി എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികൈഹി നമ്മുടെ ഉള്ളിലെ ആ പ്രകൃതി ഗുണം ഗുണൈഹി സ്വാഭാവികൈഹി ഗുണൈഹി ഗുണകാര്യങ്ങളായ രാഗദ്വേഷാദികളാൽ അവശഃ ആരോ ഒരാൾ നമ്മെ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് പോലെ ബലാത് കാര്യതേ ബലാത്കാരേണ കർമ്മം ചെയ്യിക്കപ്പെടുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ പ്രകൃതി. പലപ്പോഴും ചില നേരത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോകും. അത് കഴിഞ്ഞാണ് ചിന്തിക്കുക, ഛേ ആ സമയത്ത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, പക്ഷെ
പറഞ്ഞു പോകുന്നു. കാരണം നമ്മുടെ ഉള്ളിലെ വാസനയാണ്, രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടായ വാസന. അതാണ് നമ്മെ കൊണ്ട് അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവശരായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ നമ്മെ കെട്ടിയിട്ടുകൊണ്ടേയിരിക്കുന്നു. 54-ാമത്തെ ശ്ലോകം. ലബ്ധ്വാ നിമിത്തം അവ്യക്തം വ്യക്താവ്യക്തം ഭവതി ഉത യഥായോനി യഥാ ബീജം സ്വഭാവേന ബലീയസ. നമ്മൾ തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതും നമ്മുടെ പൂർവ കർമ്മഫലമായിട്ടാണ്. അങ്ങനെ അവ്യക്തം, നമുക്ക് വ്യക്തമല്ലാത്ത നമ്മുടെ പൂർവ കർമ്മഫലത്തെ നിമിത്തം, കാരണമായിട്ട് നമുക്ക് ഈ ശരീരം ലഭിച്ചിട്ട് ബലീയസാ സ്വഭാവേന, ശക്തിമത്തായ കർമ്മവാസനയാൽ, ഒന്നുകിൽ യഥാ യോനി, മാതാവിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ മാതാവിൻ്റെ ചില സാമ്യതകൾ ഉള്ള, ഉത അല്ലെങ്കിൽ യഥാ ബീജം, ബീജദാതാവായ പിതാവിൻ്റെ സ്വഭാവത്തിന് തുല്യമായ, വ്യക്ത അവ്യക്തം, സ്ഥൂലവും സൂക്ഷ്മവുമായ ദേഹം ഈ ജീവന് ഭവതി, ഉണ്ടാകുന്നു. അപ്പോൾ അവിടെയും കർമ്മവാസനയുടെ ശക്തമായ സ്വാധീനം ഉണ്ട്. ഇനി മായാബന്ധം ഇല്ലാതാവാൻ മായയുടെ നാഥനായ ആ ഭഗവാനിൽ ശരണാഗതി അടയുക, അത് മാത്രമാണ് ഒരേ ഒരു വഴി. അതാണ് 55-ാമത്തെ ശ്ലോകം. ഏഷഃ പ്രകൃതി സംഗേന പുരുഷസ്യ വിപര്യയഃ ആസീത് സയേവ ന ചിരാത് ഈശസംഗാത് വിലീയതേ. പുരുഷസ്യ, ഈ ജീവാത്മാവിന് തൻ്റെ ശ്രദ്ധ മുഴുവൻ പ്രകൃതിയിലേക്ക് ആകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മായയുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ പ്രകൃതി സംഗേന, പ്രകൃതിയുമായുള്ള നിരന്തര വേഴ്ചയാൽ ഏഷഃ വിപര്യയഃ, ഈ വൈപരീത്യം ആസീത്, സംഭവിച്ചു. ഇനി ഇതേ മനസ്സിനെ തന്നെ സഹയേവ, അതേ മനസ്സിനെ നമ്മൾ ഈശസംഗാത്, ഈശ്വരനുമായുള്ള നിരന്തര സംഗമത്തിനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് അതാണ് നമ്മൾ പരിശീലിക്കുന്നതെങ്കിൽ നചിരാത്, താമസമെന്നിയേ വിലീയതേ, ഈ മായാബന്ധം നമ്മിൽ നിന്ന് നശിക്കുന്നതാണ്. മായ എന്ന് പറയുന്നത് മഞ്ഞാണെങ്കിൽ ഈശ്വരൻ സൂര്യനാണ്. അപ്പോൾ സൂര്യനോട് അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മഞ്ഞുരുകുന്നു, മായയാകുന്ന മഞ്ഞ് അത് തനിയെ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പോഴാണ് ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടുന്നതും ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതും. അപ്പോൾ ആ വിഷ്ണു പാർഷദന്മാർ ധർമ്മത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിനാണ് യമദൂതന്മാർ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിച്ച് പറഞ്ഞത്.